ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സംഭവമാണ് എല്ലാവരും ഐഫോൺ മേടിക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്ര ഒരു റിലവൻ്റ് ആയിട്ട് ടോപ്പിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോൺ ഇപ്പോൾ ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ആഗ്രഹം ഇപ്പം ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഐഫോൺ എങ്ങനെയും സ്വന്തമാക്കണം, എന്നാലേ മറ്റുള്ള ആളുടെ മുന്നിൽ ഒരു വില ഉണ്ടാകത്തുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ് പല ആൾക്കാർക്കും ഇപ്പോൾ ഉള്ളത്. ഓഫ് കോഴ്സ് ഐഫോൺ അതിൻ്റെയായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഐഫോൺ ഉണ്ടെങ്കിൽ നല്ല വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, മാത്രമല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് സേഫ്റ്റി നൽകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഐഫോൺ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് ഓക്കെയുള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഐഫോണിനെ കുറിച്ചല്ല ശരിക്കും പറഞ്ഞാൽ, ഈ ഒരു ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അതായത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ എമർജ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് ഒരു ഷോ ഓഫ് ലൈഫ് ഭയങ്കര കൂടുതലാണ്. അതായത് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സാണ് ഈ ഒരു സംഭവം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ഈ സംഭവങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ മേടിച്ച് അവർ പൈസ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യാൻ വേണ്ടി പല സാധാരണക്കാരും ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഇഷ്ടംപോലെ വരുമാനം മറ്റു വഴി കൂടെ കാണും. ഓൺലൈനായിട്ട് അവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ കൊളാബ് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് വേറെ ബിസിനസ്സുകളൊക്കെ കാണുമായിരിക്കും. അവർ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ ബിയോണ്ട് ദ ക്യാമറ എന്നുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ ഒരു ഇൻഫ്ലുവൻസിങ് കരിയർ നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം സ്ട്രഗിൾ അവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും അവർ കാണിക്കത്തില്ല. അതായത് നമ്മൾ കാണുന്ന വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുള്ള അടിപൊളി ലൈഫ് സ്റ്റൈൽ മാത്രമേ കാണത്തുള്ളൂ. അല്ല, അവർക്ക് അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടും ആ ഒരു സംഭവം ഒന്നും നമ്മളാരും കാണത്തില്ല. അപ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു അടിപൊളി സംഭവം കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ആകൃഷ്ടരായിട്ട് എനിക്കും അങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയുടെ ആൾക്കാർ മാറുവാണ്. അപ്പോൾ ഐഫോണോടുള്ള ആഗ്രഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരെപ്പോലെ ആകണം, അവരെപ്പോലെ കോപ്പി ചെയ്യണം, അവരെപ്പോലെ അടിപൊളിയായിട്ട് ജീവിക്കണം, ആ ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും പല ആൾക്കാർ ഇപ്പോൾ ഐഫോൺ മേടിക്കുന്നത് ഇപ്പോൾ EMI ആയിട്ട് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായില്ലെങ്കിലും ഉറപ്പായിട്ടും ബിസിനസ്സുകാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഐഫോൺ അല്ല മറ്റെന്ത് സാധനം ആയിക്കോട്ടെ, ഇത്രയും ക്യാഷ് മുടക്കി ഒരു സാധനം മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന് ഉപയോഗം ഉണ്ടെന്ന് ഉറപ്പായിട്ട് ഉറപ്പുവരുത്തുക. അല്ല, സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി മാത്രം, മറ്റൊരാളെ മുന്നിൽ ഒരാളാകാൻ വേണ്ടി മാത്രം ഈ സാധനങ്ങൾ ഒരിക്കലും മേടിക്കാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു ആവശ്യമില്ലാത്തൊരു സാധനം ഒരിക്കലും നിങ്ങൾ മേടിക്കാൻ പാടില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മേടിക്കുക. എനിക്കും ആളാകണം, എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് ആളാകണം, എൻ്റെ വീട്ടുകാരുടെ ഇടയ്ക്ക് ആളാകണം, അങ്ങനെ ചിന്താതിൽ നിന്നാണ് ഐഫോൺ എന്ന സംഭവം ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതായത് സിമ്പിളായിട്ട് ഒരാളുടെ മുന്നിൽ ആളാകാൻ പറ്റുന്ന സംഭവം. അതായത് ഫോണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൈ കൊണ്ട് നടക്കുന്ന സാധനമാണ്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ആഹാ ഇവൻ്റെ ഐഫോൺ ഉണ്ട്, ഇവനൊരു അടിപൊളിയാണ് എന്നൊരു ചിന്താതി ആൾക്കാർക്ക് തോന്നാൻ വേണ്ടിയാണ് പല ആൾക്കാർ ഈ ഒരു ട്രെൻഡ് കോപ്പി അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവണതയോട് നിങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഐഫോൺ ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇപ്പം തന്നെ ഐഫോൺ ഒരു ചീപ്പായ സംഭവമായി. അതായത് എവിടെ നോക്കിയാലും ഐഫോണാണ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ പതുക്കെ മാറി വരും. ഇനി അതിനേക്കാൾ മുകളിലുള്ള സാധനങ്ങളായിരിക്കും സ്റ്റാറ്റസ് സിമ്പിളായിട്ട് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ ആ ഉള്ള സ്റ്റാറ്റസ് നിങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇതിനേക്കാൾ കോസ്റ്റ്ലിയുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അത് മേടിക്കേണ്ട അവസരമായിട്ട് എത്തിച്ചേരും. അല്ലെങ്കിൽ ഈ ഒരു ഗിമ്മിക് സ്റ്റൈലിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം കുറച്ചൊരു അടിപൊളിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് ഐഫോൺ എന്നുള്ളത് ചിന്താഗതിയാണ്. ഇനി അങ്ങോട്ട് വരുന്ന സാധനങ്ങൾ അതിനേക്കാൾ കൊണ്ട് കോസ്റ്റ് ആയിരിക്കും. അതായത് ബിസിനസ്സുകാർക്കാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. കാരണം ആൾക്കാർ ഈ സ്റ്റാറ്റസ് ഹോളിക്ക് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണോ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ടത് ആ സംഭവം എല്ലാം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത്. അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഹൈ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിങ്ങളുടെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രവണത മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നീട് പുതിയൊരു സാധനം മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ പല ആൾക്കാരും പറയും, അയ്യോ നിങ്ങളത് മേടിച്ചില്ലേ, ഇത് മേടിച്ചില്ലേ, ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫ് സ്റ്റൈൽ, ഇങ്ങനെ പറയുമ്പോഴത്തേക്കും വീണ്ടും നമുക്കത് മേടിക്കാൻ ടെൻഡൻസി തോന്നും. അപ്പോൾ ആ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി വാളും. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ ഒരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി, സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഒരിക്കലും മേടിച്ച് കൂട്ടാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക. ഷോ ഓഫ് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഷോ ഓഫ് കാണിക്കുന്ന ആരും എതിരൊന്നുമല്ല. സ്റ്റാറ്റസൊക്കെ വേണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആവശ്യമില്ലാതെ പണം കൊടുത്തിട്ട് EMI ഒക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് ഇതുപോലത്തെ സ്റ്റാറ്റസ് കാണിക്കാൻ നിൽക്കില്ല. അതായത് ടെമ്പററി ആയിട്ട് എന്ത് കാണിച്ചാലും അത് സസ്റ്റെയിൻ ചെയ്യത്തില്ല. അതായത് ടെമ്പററി ആയിട്ട് കാണിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല. അത് എത്രയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധിയുണ്ട്. അപ്പം അതിൻ്റെ പുറകെ പോകാതിരിക്കുക. ഒരുപാട് സ്റ്റാറ്റസ് കോൺഷ്യസ് ആയിരിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ആയിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ സ്റ്റാറ്റസ്. അപ്പോൾ ആ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സാമ്പത്തികമായിട്ട് മുന്നേറുന്ന ആൾക്കാർ, സാമ്പത്തിക അടിത്തറയുള്ള ആൾക്കാർ, മെജോറിറ്റി ആൾക്കാരും അവർ ചിട്ടയായ ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് ഈ ഒരു ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ കാശുള്ളവൻ ഷോ ഓഫ് കാണിക്കുന്നതിന് ഒപ്പത്തിനുള്ള ഷോ ഓഫ് സാധാരണക്കാരൻ കാണിക്കാൻ തുടങ്ങി ഉറപ്പായിട്ടും അവൻ്റെ ചീട്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് അതിനകത്ത് ജസ്റ്റ് നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പല ആൾക്കാർ ഐഫോൺ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ്. 13% ഇൻട്രസ്റ്റ് എന്നുള്ളൊരു സംഭവം വെച്ചിട്ടാണ് പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഐഫോണൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത് സംഭവം? അപ്പോൾ ആൾക്കാർക്ക് ഈ EMI കൊടുക്കുന്നോ അല്ല അടയ്ക്കുന്നതിനോട്ടൊന്നും യാതൊരു കോൺഷ്യസും ഇല്ല. അവർക്ക് ആ സ്റ്റാറ്റസ് വേണം. ആ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നുള്ള അവസ്ഥയിലോട്ട് ആൾക്കാർ മാറിയിരിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ കിട്ടുക, നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സംഭവത്തോട് നിങ്ങൾ കുറച്ച് മാറും. അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്ന പൈസ, ചിലവാക്കി കളയുന്നല്ല, അങ്ങനെ അനാവശ്യമായിട്ട് എടുത്ത് വെക്കുന്ന തലവേദനകൾ പിന്നീടൊരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് വരും. ഇപ്പോൾ EMI
അതായത് ഒരു EMI എടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സാലറി 20% മുകളിൽ പോലും. പക്ഷേ ഇവിടെ പല ആൾക്കാരും അങ്ങനെയല്ല ചെയ്യുന്നത്. ആ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണത് മേടിക്കണം, എന്നിട്ട് അതിൻ്റെതായ ന്യായങ്ങളും പറയും. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫിന് എന്ത് എൻജോയ്മെൻറ്റ്, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ മേടിക്കും, അതൊക്കെ ചെയ്യാം. പക്ഷേ സാമ്പത്തികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം, വേറെ ആർക്കുമല്ല. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ മാത്രം പ്രശ്നമായിരിക്കും. അല്ല ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ആരും നിങ്ങൾക്കൊരു സപ്പോർട്ടീവായിട്ട് വരത്തില്ല. അതുകൊണ്ട് മാക്സിമം ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അതേ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ അത്ര സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ളൊരു ഫോൺ നിങ്ങൾ മേടിക്കുക. നിങ്ങൾക്കൊരു ബൈക്ക് വേണം, നിങ്ങളുടെ സാമ്പത്തികത്തിനൊത്തൊരു ബൈക്ക് നിങ്ങൾ മേടിക്കുക. നിങ്ങൾക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഇത് ഐഫോണിൻ്റെ മാത്രം പ്രശ്നമല്ല. ഐഫോൺ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ബൈക്കിൻ്റെ പുറകെ, അതിനുശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കാറിൻ്റെ പുറകെ, പിന്നെ വീട്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും എൻ്റെ സംഭവം. ഇപ്പോൾ ലക്ഷറി ലൈഫിലോട്ട് ഇങ്ങനെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു മേജർ പ്രശ്നം ഇതാണ്. ഇപ്പോൾ ലക്ഷറി ആകുന്നതൊക്കെ നല്ലതാണ്, ലക്ഷറി ആകാം, നല്ല പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരു ലക്ഷറിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ലക്ഷറി നിങ്ങൾക്ക് ഒരു ചീപ്പായിട്ട് തോന്നണം, കൂടിയിട്ടോ. ഇത് ലക്ഷറി ആയിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ലക്ഷറി എന്ന് പറഞ്ഞാൽ ഈസിലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു പണക്കാരനാകുന്നത്. അത്യാവശ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷറി നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലോട്ട് നിങ്ങളുടെ ഇൻകം സോഴ്സുകൾ കയറ്റുക. അവിടെയാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത്, പിടികിട്ടുക. അങ്ങനെ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ സംഭവങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പം ലൈഫ് ഇതുപോലത്തെ സംഭവമൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നല്ല 10 ഐഫോൺ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റണം. അത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ഒരിക്കലും ഇതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ ഇത് പ്രശ്നമല്ല, നിങ്ങൾക്ക് പിടികിട്ടിയോ. ഇപ്പോൾ ബെൻസ് കാർ മേടിക്കണോ, അത് മേടിച്ചേക്കാം. ആ ഒരു ലൈഫിലോട്ട് നിങ്ങൾ കയറാം. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, എനിക്ക് വേണ്ട ലൈഫിൽ വേണ്ട സാധനങ്ങളെല്ലാം എനിക്ക് മേടിക്കാൻ പറ്റണം, അതിന് പണം ഒരു പ്രശ്നമായിട്ട് വരരുത്. ആ ഒരു ആംഗിൾ നിങ്ങൾക്ക് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ യുഗമല്ലേ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് 20 വർഷം മുമ്പത്തെ ഒരു സാധ്യത നിങ്ങളെടുത്ത് നോക്കുക. 20 വർഷം മുമ്പ് നിങ്ങളൊരു കട ഇട്ടെന്ന് ചോദിച്ചു, ഒരു ചായക്കട ഇട്ട്, ആ ചായക്കട ആൾക്കാർ കണ്ടും കേട്ടും അറിഞ്ഞ് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഒരു ജീവിതകാലം മൊത്തം അതിൻ്റെ പുറകെ നിന്നാൽ മാത്രമേ ഉള്ളൂ ആ കടയൊക്കെ ക്ലിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കട തുടങ്ങിയ സ്വാഭാവികമായിട്ട് 2 ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുക, ഫുഡ് കൊടുക്കുക, അവരങ്ങ് വ്ലോഗ് ചെയ്ത് അങ്ങ് ഫേമസ് ആയിക്കോളും. അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു സംരംഭം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കാലഘട്ടം. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതായത് സോഷ്യൽ മീഡിയയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞ് കേട്ടിട്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യാതെ സോഷ്യൽ മീഡിയയുടെ ഒരു നല്ല പോസിറ്റീവ് സൈഡ് നിങ്ങൾ കാണുക. എന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കൂടെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും അഫോർഡ് ചെയ്യും. ഐഫോൺ അല്ല, കാറല്ല, വീടല്ല, എന്ത് സാധനം ആയിക്കോട്ടെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഐഫോണൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് മണ്ടത്തരം കാണിച്ച് ഒരിക്കലും ഐഫോണൊക്കെ എടുക്കാതിരിക്കുക. ഇതൊരു ഗിമ്മിക്കാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറി പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ട്രെൻഡ് മാറും, അടുത്ത സാധനങ്ങൾ വരും, വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊരു ഫോൺ മേടിച്ച് നിൽക്കട്ടെ, കുഴപ്പമില്ല, ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഐഫോൺ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഒരു ക്യാമറ എടുക്കുന്ന പോലെ തന്നെ അടിപൊളി വീഡിയോസ് ഐഫോൺ എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ആടുജീവിത സിനിമയിൽ, ആ സിനിമയ്ക്കകത്ത് കുറച്ച് പാട്ടിലൊക്കെ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെ പറയുന്നത് കേട്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു വീഡിയോ ക്വാളിറ്റി ഉള്ളൊരു സംഭവമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ഐഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കുക. പിടിയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഐഫോൺ ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും, സ്ലോ മോഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു ഐഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുക. ജസ്റ്റ് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ക്രോമും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഐഫോണിനകത്ത് ഫോട്ടോ എടുക്കുക, നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസൊക്കെ എടുക്കുക, യൂട്യൂബിലേക്ക് ഇടുക, സോഷ്യൽ മീഡിയയ്ക്ക് ഇടുക, ഇഷ്ടമുള്ള ലൈക്കും ഫോളോവേഴ്സും ഒക്കെ കിട്ടും. അല്ലാതെ 4 ആളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഐഫോൺ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ലോ. ഐഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ അത്രയും പൈസ മുടക്കി നിങ്ങൾ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. അതുകൊണ്ട് ഭയങ്കര സ്റ്റാറ്റസ് ഹോളിക്കായിട്ട് ആൾക്കാർക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഐഫോണാണ് ഏറ്റവും അടിപൊളി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഐഫോണുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു 10 കൊല്ലം മുന്നേ ഒരു ഐഫോണുള്ള ആളെ കാണുന്നവർ അത്ര റെസ്പെക്റ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലിയൊരു സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഐഫോൺ കൊണ്ട് നടക്കുന്ന ഒരാളെ കാണുമ്പോഴത്തേക്കും? എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് എല്ലാവരുടെ അഭിപ്രായം നോക്കാമല്ലോ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന്. അപ്പോൾ ഇതുപോലുള്ള ഒരു ടോപ്പിക്കുകളൊക്കെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.